ഹാവ് റാഫി ചേട്ടൻ. അദ്ദേഹം ഒരു സീരിയൽ താരമാണ്, കലാഭവനിലെ മിമിക്രി അധ്യാപകനാണ്. ആൻഡ് ഇപ്പോൾ ദേ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ എത്തിയിരിക്കുന്നു. ഒരുപാട് സന്തോഷം. നമുക്ക് പെർഫോമൻസിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും കടക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറേ നാടൻ തമാശകൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തിനടുത്ത് തൃക്കണാപുരം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ്. എൻ്റെ വൈഫ് സാബിറ എന്നാണ് പേര്. കല്യാണം കഴിച്ചിട്ട് അങ്ങനെ സ്വാഭാവികമായിട്ടും മാമന്മാരുടെ വീട്ടിലേക്കും അമ്മയുടെ വീട്ടിലേക്കൊക്കെ വിരുന്നുപോക്ക് നമുക്ക് സാധാരണ ആണല്ലോ. വീട്ടിലേക്ക് വിരുന്ന് ചെന്നപ്പോൾ ആ വീട്ടിൽ സാധാരണ ചെറിയ 3-4 ചെറിയ ചെക്കന്മാർ, മലപ്പുറം ഭാഷ പറയും കുറേ വികൃതി ചെക്കന്മാർ, കുരുത്തം കെട്ട ചെക്കന്മാർ 3-4 ഉണ്ട്. ഒരു 7 വയസ്സ് 6 വയസ്സ് 8 വയസ്സ് പ്രായമുണ്ട്. ചെന്ന ഉടനെ തന്നെ ഞാൻ ബൈക്ക് കൊണ്ട് നിർത്തിയ ഉടനെ തന്നെ ഒരുത്തൻ ഓടി വന്ന് ബൈക്കിൽ കയറിപ്പോൾ ഒരു ബൈക്കും സ്റ്റാൻഡ് കൂടെ കടകടകടച്ചൻ മറിഞ്ഞു വീണു. അവൻ്റെ കാലും സൈലൻസർ ചെറുതായിട്ട് പൊള്ളും ചെയ്തു. രണ്ടാമത്തെ ഒരുത്തൻ, ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെയാണ്, അപ്പോൾ ഷൂ ഒക്കെ ഇട്ടാണ് വളരെ ഡീസൻ്റായിട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ ഒരുത്തൻ ഞാൻ ഷൂ അയച്ച് വെച്ചിട്ട് കയറിയിരിക്കായിരുന്നു. ആ ഷൂവിൻ്റെ 2 ലൈസും തമ്മിൽ കൂട്ടിക്കെട്ടി അവൻ ആ ഷൂ ആയിട്ട് ഒന്നിനെ നായ വന്നപ്പോൾ നായനെറിഞ്ഞു ഷൂസ് പോയി. ആ സമയത്ത് കണ്ടോ മൂന്നാമത്തെ ഒരുത്തപ്പോൾ ആ പ്രദീപ് ഇരിക്കുന്ന പോലെ വളരെ സൈലൻ്റായിട്ട് ഒരാളിങ്ങനെ ജാതി ഇരുത്തിയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ചെക്കന്മാർ നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്? നിങ്ങൾ വികൃതി കാണിക്കാൻ പാടുണ്ടോ? നിങ്ങൾ എന്താ കാണിക്കണം? ആ ചെക്ക ഇരിക്കുന്നുണ്ട്, ആ ചെക്കനെ പോലെ നിങ്ങൾക്ക് പാവായിട്ടിരുന്നാൽ എന്താ? ഒരു മനുഷ്യ കയറുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ കുട്ടികളെ നന്നാവേണ്ടേന്ന്. അപ്പോൾ അവൻ നീച്ച എന്താ പറഞ്ഞെന്നറിയോ? ഇക്ക് പനിച്ചിട്ട് വയ്യാട്ടാടെ പന്നിന്ന്. ആ ഇരിക്കുന്നവനാണ് ലോക തോൽവി അവനാ. അപ്പോൾ അമ്മായി സ്വാഭാവികമായിട്ട് ഓർലിക്സൊക്കെ ഒരു 4-5 ഗ്ലാസ്സിൽ ഓർലിക്സൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഓർലിക്സ് നാടൻ കോഴിമുട്ട പുഴുങ്ങി, നല്ല നാടൻ കോഴിമുട്ട. ചിഞ്ചേട്ടൻ അറിയാലോ നാടൻ കോഴിമുട്ട പുഴുങ്ങാൻ ടേസ്റ്റ്, എന്താ ടേസ്റ്റ്. ചെന്ന് ഓർലിക്സ് എടുത്തു. അപ്പോൾ ഈ പറയപ്പെട്ട ഒരുത്തൻ, ആ കുരുത്തം കിട്ടുന്നറിയില്ല, നേരത്തെ ചീത്ത പറഞ്ഞ ഒരുത്തൻ മെല്ലെ ഒരു ബൈക്ക് ഓടിക്കണം പോലെ ഓടി വന്നു, ഒരു കോഴിമുട്ട എടുത്തിട്ടും ഒറ്റ പോക്ക പോയി. അപ്പോൾ അതിൽ ബാക്കി 4 കോഴിമുട്ട ഉണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് അത് ചെക്ക എടുത്തോട്ടെ പാവല്ലേ. അടുത്തത് ഞാൻ പറയടി, ആ ചെക്ക വരുമ്പോഴത്തേന് കഴിക്കാൻ നോക്കിയിട്ടൊക്കെ വിശക്കുന്നുണ്ട്, വേഗം നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായികൾ വിചാരിച്ചെന്താണെന്നറിയോ? അമ്മായികൾ നിൽക്കണ കാരണം ഞാൻ കഴിക്കാത്ത നാണായിട്ടാണ്. അപ്പോൾ അമ്മായികൾ അകത്തേക്കാണ് പോയി. പിന്നെയും കണ്ടിക്കണി ചെക്ക 2 ചെക്കന്മാരെ കൂട്ടി വണ്ടിന്നിട്ട് 2 കോഴിമുട്ട അടിച്ച് മാറ്റി ആ പോക്കും പോയി. ലാസ്റ്റ് ഒരു കോഴിമുട്ട ഉള്ളത്. ഞാൻ എടുക്കാൻ നേരത്തെ തന്നെ ചെക്കൻ വന്നു പറഞ്ഞാൽ ചെക്കൻ്റെ കൈ ഒറ്റപ്പെടുത്താണ് പിടിച്ചു. അപ്പം അമ്മായി എന്താ പറഞ്ഞുതരാം അകത്ത് നോക്കിയിട്ട്, മോനെ 4 തിന്നില്ല, അതാ കുട്ടിക്ക് കൊടുത്താളേന്ന്. പിന്നെ എന്തിനാ എങ്ങനെയാണ് വിരുന്ന് വന്നിക്കണത്? കുട്ടിക്ക് കൊടുത്തോളൂ എന്ന് പറയുന്നൊരു സാധനമേ. എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ട്രെയിനിൽ വരികയാണ്. അപ്പോൾ ഇവൻ ഈ സ്പ്രൈറ്റ് പോലത്തെ എന്തോ ഒരു കുടിക്കുന്ന സാധനത്തിൽ സ്മോൾ മിക്സ് ചെയ്തിട്ട് ചെറിയ ഇത്രയുള്ളൊരു കുപ്പിയും കയ്യിൽ വെച്ചിട്ട് നല്ല സാധനമായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ഫാമിലി ഉണ്ട്, അതിലൊരു ചെറിയ ചെറുക്കുണ്ട്. ഇവൻ കുറേ നേരമായിട്ട് എന്താന്ന് മനസ്സിലായി. ഇയാൾ ഇടയ്ക്ക് ഓരോന്നൊക്കെ അടിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പുള്ളി കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു, അതേ ഇച്ചിരി സ്പ്രൈറ്റ് ഇവന് കൊടുക്കാവോ, അവൻ കുറേ നേരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുക, ഒന്ന് കൊടുക്കാവോ. ഇയാൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ, സ്മോളല്ലേ ഇത്, ഇത് പറഞ്ഞാലും പ്രശ്നം, കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായി. അപ്പോൾ ഈ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ നിങ്ങൾക്കൊരു 1.5 ലിറ്റർ സ്പ്രൈറ്റ് മേടിച്ചു തരാം. ഇപ്പം ഒരു തുള്ളി ഈ ചെറുക്കന് കൊടുക്കാൻ വെച്ച് പുള്ളി പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നീ ട്രെയിനിൽ ഇപ്പുറത്തിരുന്ന 4-5 പേരെ, തനിക്കൊക്കെ കണ്ണിച്ചോരുണ്ടോടോ, താനൊക്കെ ഒരു മനുഷ്യനാടോ, താനൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ച് വളർന്നല്ലേടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവനെ നിൽക്ക ഒറ്റപ്പെടുത്തിട്ട് കുറേ നേരമായപ്പോൾ ഇയാളെ ഒന്നും മിണ്ടാണ്ട് കേട്ടിരുന്നിട്ട് ജനലിൽ കൂടെ എറിഞ്ഞിട്ട് ആരും കുടിക്കേണ്ടത്. റാഫി ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കാൻ വരുമല്ലോ ഇവിടെ കലാഭവനിൽ വരുമ്പോൾ ആദ്യം എന്തായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്? അല്ല, ആദ്യം ഞാൻ ബേസിക്കലായിട്ട് പഠിപ്പിക്കുന്നത് കുറേ ശബ്ദാനുകരണങ്ങളാണ്. കേട്ടാൽ കൗതുകമുള്ള, കേട്ടാൽ നമുക്ക് എപ്പോൾ ഓർമ്മ വരുന്ന ഒരു 250 പര ശബ്ദങ്ങളാണ് പഠിപ്പിക്കുന്നത്. വീഡിയോ കാസറ്റ് എൻ്റെ കല്യാണത്തിനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിലൊരു മാമൻ വന്നിട്ട് ചെക്കൻ്റെ കയ്യിൽ കൊടുത്തു. അന്ന് വീഡിയോ ഇറങ്ങിയ കാലം, നമ്മൾ ആൻറ്റി ക്യാമറ ഉണ്ടല്ലോ, ആൻറ്റി ക്യാമറ ഇറങ്ങിയ കാലഘട്ടമാണ്. അങ്ങനെ ക്യാമറ കൊടുത്തപ്പോൾ മാമൻ്റെ ഒരു ബകയിൽ ചെക്കൻ്റെ അടുത്ത് ചോദിച്ചു, ഏട്ടാ എനിക്കിത് എടുക്കാനറിയോ? ഞാൻ 2 മാസത്തെ ശമ്പളം മാറ്റി വെച്ചിട്ട് കല്യാണത്തിന് വേണ്ടി വാങ്ങിയ വീഡിയോ ആണ്, ഉഷാറാക്കണം. ഉഷാറല്ലോ എന്ന് ചോദിച്ചാൽ ഉഷാറാണ് നമുക്കറിയാം, ബഷീർഖാൻ്റെ കല്യാണത്തിന് ഞാനല്ലേ എടുത്തിരുന്നത്. പരിചയം ഉണ്ടല്ലേ. അങ്ങനെ സ്വാഭാവികമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണത്തിന് വീഡിയോ കാസറ്റ് കാണാൻ വെച്ചാൽ നമുക്ക് എല്ലാ കൗതുകമായിരുന്നല്ലോ അന്നത്തെ കാലത്ത്. പുതിയാപ്പിളും പുതിയ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, കോയിറച്ചും പത്തിരൊക്കെ തിന്നിട്ട് ഇങ്ങനെ വീഡിയോ കാസറ്റ് കാണുകയാണ്. വീഡിയോ കാസറ്റ് അപ്പോൾ ഞാൻ പുതിയാപ്പിളായിട്ട് ഇങ്ങനെ വരികയാണ്, നടന്നിങ്ങനെ വരുന്നു, ടവലൊക്കെ തലയിലിട്ട് കൊണ്ട് നടന്നു വരുന്നു. വന്നപാട് ആൾ കയ്യായിരുന്നു. അപ്പോൾ ഒരു ബൊക്കെ തരും. ഞങ്ങളുടെ നാട്ടിൽ കാല് കഴുകുന്നൊരു പരിപാടിയുണ്ട്, കിണ്ടി കൊണ്ട് കാലേക്ക് കയറ്റുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ കിണ്ടി തരുന്ന ചെക്കൻ കിണ്ടി തരുന്നു. കിണ്ടി തന്നോട് കൂടി കിണ്ടി വെള്ളം തലയെ കൂടെ ഒളിച്ച പുറക്കെ ഇങ്ങനെ തോന്നൽ പെട്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മാമൻ ഓടി വരുന്നു, മാമനെ കെട്ടിപ്പിടിക്കുന്നു. മാമൻ തല കുത്തനാക്കി ഇങ്ങനെ നടക്കുന്ന പോലെ ഇങ്ങനെ കേട്ടു തോന്നുന്നു.
വീഡിയോ കാസറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ മാമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ എടുത്ത ചെക്കനെ അടുത്തിരിക്കുന്നുണ്ട്. അവനെ ഇടങ്ങണിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ അറിയാത്ത പോലെ ഇങ്ങനെ റിയാക്ഷൻ ഇട്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. യാതൊരു ഐഡിയ ഇല്ല. ഇവൻ പറഞ്ഞു മാമ എഡിറ്റ് ചെയ്തോലെ സംഭവിച്ചേക്കാരം. എൻ്റെ അടുത്ത് തെറ്റില്ല മാമ, ഞാൻ നന്നായിട്ട് എടുക്കണല്ലേ, മറ്റേ കല്യാണം ഞാൻ എടുത്തല്ലേ. അങ്ങനെ കുറേ കഥകൾ പറഞ്ഞു ഇവൻ. ലാസ്റ്റ് എന്താ സംഭവം എന്നറിയോ? ഇവൻ്റെ വിചാരത്തിനകത്തേക്ക് ഒരു കൈയിട്ട് ഇതിൽ കൂടെ നോക്കിയാൽ മാത്രമേ ഷൂട്ടാവുന്നുള്ളൂ. കല്യാണ വീട്ടിൽ കല്യാണ കാസറ്റ് പിടിക്കുന്ന സമയത്ത് ഈ ക്യാമറ തൂക്കി അവൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഈ ക്യാമറ തൂക്കിയിട്ട് അവൻ നടക്കുന്നു. ഈ ചെക്കനും പെണ്ണും വരുന്ന കാറ് തമ്മിൽ കൂട്ടിയിടിക്കുന്നു, ഭക്ഷണം കേൾക്കുന്നു, പറഞ്ഞിരിക്കുന്നു. ആകെ ഒരു സീനായിരുന്നു. അപ്പോൾ ഈ പൊട്ടൻ്റെ വിചാരം നോക്കിയാൽ മാത്രമേ ഷൂട്ടാവുള്ളൂ. അങ്ങനെ വലിയൊരു അബദ്ധം പറ്റി. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു നേഴ്സുണ്ട്. അപ്പോൾ ഈ നേഴ്സിൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി ഇടയ്ക്കിടയ്ക്ക് KCB-യിലൊക്കെ വിളിച്ച് പരാതി പറയും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ടെസ്റ്റർ എടുത്തിട്ട് അതിനകത്ത് കുത്തിയിട്ട് പുറത്തെടുത്തിട്ട് കത്തുണ്ടോ എന്ന് നോക്കും ഇടയ്ക്കിടയ്ക്ക്. ഇത് കത്തുമല്ലോ. നേഴ്സ് ആയതുകൊണ്ട് ഈ തെർമോമീറ്റർ വായിൽ വെച്ച് കൊടുത്തിട്ട് ഇത് പുറത്തെടുത്തിട്ടല്ലേ നോക്കുന്നത്. അതുപോലെ ടെസ്റ്റിൽ കുത്തി നോക്കുന്നു അതിനകത്ത്. അബദ്ധങ്ങൾ പറ്റുന്ന ഇപ്പോൾ സിസ്റ്റർക്ക് പറ്റിയ വലിയൊരു അബദ്ധം പറ്റി. അങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്ന മറ്റ് ചില ആളുകൾ എൻ്റെ വീട്ടിനടുത്ത് എൻ്റെ കല്യാണ കാസറ്റ് കണ്ട വീട്ടിൽ നിന്ന് മറ്റൊരാൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ വീട്ടിലെ ആൾ പറഞ്ഞു, പിന്നെ അടുത്ത വീട്ടിൽ കാരണവരാണ് ആൾ പറഞ്ഞു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ട്. അന്ന് 36 രൂപ ഫിലിമിനുള്ള കാലഘട്ടം. ഈ കൊടാക്കട ഫിലിം സ്ലിക്ക് നടിക്കുന്ന ക്യാമറ അടിക്കുന്ന കാലമാണ്. 36 രൂപയല്ല, 36 ഫിലിം ഉണ്ടാവുള്ളൂ. അതിന് 110 രൂപ. 110 ആ കാലഘട്ടമാണ്. അപ്പോൾ അവനോട് പറഞ്ഞു, ചേട്ടാ ഈ ഒരു കാര്യം ചെയ്തോ, ഈ വലിയ ഫോമാക്കാൻ നിന്നിട്ട് കണ്ണി കണ്ടാരൊക്കെ കൂടെ നിന്ന് ഞാൻ പലരുടെ കൂടെ കൈ കൊടുക്കും, പലരും ഞാൻ സീറ്റിൽ ഇരുത്തും, അവരൊന്നും ഫോട്ടോ എടുക്കാൻ നിൽക്കരുത്. എൻ്റെ കയ്യിൽ കായ് ഉണ്ടാവില്ല കല്യാണം കഴിഞ്ഞാൽ തരാൻ. ഇപ്പോൾ വലിയൊരു ആൽബം കൊടുന്നാൽ ഞാൻ അടങ്ങാറാവും. ഈ ഒരു കാര്യം ചെയ്യാം, ഞാൻ കൈ കൊടുത്ത് ഞാൻ സിഗ്നൽ കാണിക്കും ഒപ്പം നിന്നുകൊണ്ട്, അവരെ മാത്രം ഫോട്ടോ എടുത്താൽ മതി അറിഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ ആചാരം അതിലപ്പുറം ഞാൻ ചെയ്യൂല. അറിയില്ല, നിങ്ങളടുത്ത് കായില്ലാത്തവർ അറിയണല്ലേ, അതിലപ്പുറം ഞാൻ ചെയ്യില്ല അറിഞ്ഞു. അങ്ങനെ ഈ ആൾക്കാർ വരുന്നു. അപ്പോൾ ആൾ കൈ കൊടുക്കും. അപ്പോൾ ചെക്കൻ ഇങ്ങനെ ക്യാമറ പിടിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണേ. എപ്പോഴാണ് ക്ലിക്ക് ചെയ്യണം ആചാര്യ സിഗ്നൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആചാര്യ പറഞ്ഞു മൈൻഡാണ്, അവർ മൈൻഡാണ്. അപ്പോൾ ചെക്കൻ മനസ്സിലായി വേണ്ട. അടുത്ത ടീം വരുന്നു, ആചാര്യ കൈ കൊടുത്തു. അപ്പോൾ ആചാര്യ വെറുതെ അങ്ങനെ കാണിക്കും. അപ്പോൾ ചെക്കൻ ക്ലിക്ക് എടുത്തു. അങ്ങനെ അതിർപ്പത്തിൽ വലിയ പേജിൽ അങ്ങനെ മറിക്കണ വലിയ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു ആൽബമാണ്. ആ ആൽബം ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ എല്ലാ ഫോട്ടോയിലും ആചാര്യ സകല ഫോട്ടോ എടുത്തപ്പോൾ ആചാര്യ ഇങ്ങനൊക്കെ ഞങ്ങളത് ഈ പണ്ടത് ഫോട്ടോ ക്ലിയർ ആവണമെങ്കിൽ അനങ്ങരുത്. നമ്മുടെ അനങ്ങിയാൽ ഈ ഫോട്ടോ ഫോക്കസ് ഔട്ട് പോലെ ആവുമല്ലോ, അനങ്ങാണ്ടിരിക്കണമല്ലോ. അപ്പം അന്ന് അതുപോലെ തന്നെ ഈ നമ്മളെ പിടിച്ചിരിക്കും, നമുക്കൊന്നും ഇരിക്കാനൊന്നും അറിയത്തില്ല, നമ്മളെ കയറ്റി ഇരുത്തിയിട്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുപ്പെന്ന് പറയുന്നത് ഇപ്പോഴീ 3 മിനിറ്റ് കൊണ്ട് പാസ്പോർട്ട് കിട്ടുന്ന സമയമല്ലോ. അപ്പം ഇയാൾ വന്നിട്ട് ഒരു ഇരുത്തുണ്ട്, ഷർട്ടൊക്കെ വിളിച്ചിരുത്തി ലൈറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു അപ്പാപ്പനെ കൊണ്ടുവന്നിട്ട് പുള്ളി അവിടെ ചെന്ന് നോക്കിയിട്ട് വന്നിട്ട് താടി ഇങ്ങനെ പിടിച്ചു വയ്ക്കും, ഇവിടെ തല ഇങ്ങനെ തട്ടി വയ്ക്കും, ഇത് ഇങ്ങോട്ടൊന്ന് തട്ടി വയ്ക്കും. അങ്ങനെ കൃത്യമായിട്ട് അനങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ബാക്കിൽ പോയിട്ട് ഇതിനകത്തോടെ നോക്കിയിട്ട് ഓക്കെ എടുക്കാൻ പോവാണേ, റെഡിയല്ലേ എന്ന് വിളി, റെഡിന്ന് അതിൽ ക്ലിക്ക് ചെയ്ത്. പിന്നെ എൻ്റെ അടുത്ത് ഷോ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു മാജിക്ക് ഇപ്പോൾ കുറച്ച് മാജിക്കൊക്കെ കാണിക്കാറുണ്ടല്ലോ യാത്രക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് പോകുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാജിക്ക് കഴിയുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡപ്പ് മാജിക്ക് കഴിയുന്നത് ചെയ്യാൻ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഒരു ഐറ്റം മാജിക്ക് ചെയ്യാൻ പോവാണ് കേട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫ്രണ്ട് കൈ, ഈ വലത്തെ കൈ ഫ്രണ്ടിലേക്ക് പിടിച്ചാൽ എല്ലാവരും സ്പോട്ട് അല്ല വലത്തെ കൈ എല്ലാവരും ഫ്രണ്ടിലേക്ക് പിടിക്കണേ. ഓക്കെ, മാജിക്കാണേ. ഒന്നിങ്ങനെ കാണിക്കൂ, ഇനി ഇടത്തോട്ട് സ്പീഡിൽ കാണിക്കൂ. ഓക്കെ, അപ്പം നിങ്ങൾ ടാറ്റ എന്ന സ്ഥിതിക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.